بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയമുള്ള സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ പ്രത്യേകം ഉണർത്തുന്നു. മുത്തഖീങ്ങളായി ജീവിക്കുവാനും മരണപ്പെടുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽ ഉസൂലു സലാസയുടെ 7ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. പല വിശ്വാസപരമായ വിഷയങ്ങൾ ആണ് നാം ഈ കൊച്ചു ഗ്രന്ഥത്തിലൂടെ പഠിക്കുന്നത്. വിശ്വാസകാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ മഅരിഫത്തുൽ അബ്ദി മഅരിഫത്തുൽ അബ്ദി റബ്ബഹു വ ദീനഹു വ നബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിനെ കുറിച്ച് അറിയുക, ദീനെ കുറിച്ച് അറിയുക, അതേപോലെ തന്നെ നബിയെക്കുറിച്ച് അറിയുക. ഇതാണ് അൽ ഉസൂലു അസ്സലാസ. കഴിഞ്ഞ ക്ലാസ്സിൽ പല വിഷയങ്ങളും നാം പഠിച്ചു. അപ്പോൾ അത് ഓർമ്മപ്പെടുത്തുക എന്ന നിലക്ക് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇബാദത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് മുതൽ നാം പഠിക്കാൻ തുടങ്ങിയത്, അല്ലേ? പല ഇനങ്ങളും നാം പഠിച്ചു. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഷെയ്ഖ് വേണ്ടി പറഞ്ഞത് എന്താണ്? അദ്ദുആ ആണ്. പിന്നെ അൽ ഖൗഫ്, ഭയം, വറഹബ വറഹബ വൽ ഖുശൂ വൽ ഖശിയ, ഇങ്ങനെ നേർച്ച മുതലായ ധാരാളം ഇബാദത്തുകൾ, ആരാധന കർമ്മങ്ങൾ ഷെയ്ഖ് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ചോദിക്കുന്നത് ഇബാദത്തിന് ഏറ്റവും നല്ല നിർവചനം നൽകിയ പണ്ഡിതൻ. എന്താണ് ആ നിർവചനം? അർത്ഥം പറഞ്ഞാലും മതി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയാണ് ഇബാദത്തിന് ഏറ്റവും വിശാലമായ അർത്ഥം നൽകിയത്. എന്താണ് അതിൻ്റെ ആകത്തുക? ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു മിൻ അഖ്വാലി വൽ അഅ്മാലി ളാഹിറതി വൽ ബാത്തിന. അതായത് ആന്തരികമായ ബാഹ്യമായ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ഏതൊരു പ്രവൃത്തിയും സംസാരവും, അതാണ് ഇബാദത്ത്. ഇബാദത്തിന് വിശാലമായ അർത്ഥമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അൽ ഉബൂദിയ്യ എന്ന റിസാലയുടെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയ നിർവചനമാണ്. മനസ്സിലായല്ലോ? ഇതാണ് ഇബാദത്തിൻ്റെ വിശാലമായ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇബാദത്തിന് ഏറ്റവും വിശാലമായ അർത്ഥം നൽകിയത് യഥാർത്ഥത്തിൽ സലഫി പണ്ഡിതന്മാരാണെന്ന് നാം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, ഇബാദത്തിനെ 2 ഇനമാക്കി തിരിച്ചു. അഥവാ ദുആഇനെ
ദുആഇന് 2 ഇനങ്ങളുണ്ടെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഒന്ന് ദുആഉൽ മസ്അല, 2 ദുആഉൽ ഇബാദ. എന്താണ് ദുആഉൽ മസ്അല എന്ന് വെച്ചാൽ? ദുആഉൽ മസ്അല അർത്ഥം എന്താണ്? നാവ് കൊണ്ട് പറയാം. അതെ, നാവ് കൊണ്ട് ആ പദം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട്, ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇതാണ് ദുആഉൽ മസ്അല. അതായത് ഇവിടെ നാവ് എന്ന വാക്ക് ആവശ്യമില്ല പറയേണ്ട കാരണം, സംസാരശേഷിയില്ലാത്ത ഒരു മനുഷ്യൻ, അയാളുടെ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്, അയാളുടെ മനസ്സിലെന്തുണ്ട്? തേട്ടമുണ്ട്. അള്ളാഹുവേ എനിക്ക് ഈ കാര്യം നീ നിറവേറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ദുആഉൽ മസ്അലയാണോ ദുആഉൽ ഇബാദയാണോ? ദുആഉൽ മസ്അലയാണ്. നാവ് കൊണ്ട് സംസാരിക്കണം എന്ന് ഷർത്ത് ഇല്ല. രണ്ടാമത്തെ ഇനം എന്താണ്? ദുആഉൽ ഇബാദ. എന്താ അർത്ഥം? അവിടെ തേട്ടം എന്ന അർത്ഥമല്ല, അള്ളാഹുവിന് ഏതൊരു കർമ്മവും സമർപ്പിച്ചുകൊണ്ട്, ആരാധനാ കർമ്മങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ദുആ, അതാണ് ദുആഉൽ ഇബാദ. അതായത് ആരാധിച്ചു, ആരാധന എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. പലപ്പോഴും അസ്സലാമു വറഹ്മത്തുള്ളാഹി യദ്ഊന തദ്ഊന എന്നൊക്കെ ഖുർആനിൽ കാണാൻ സാധിക്കും. അവിടെ എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു എന്നല്ല, മറിച്ച് എന്താണ്? ആരാധിക്കുന്നു എന്ന അർത്ഥവും ഉണ്ട്. ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് വിഷയം ക്ലിയർ ആക്കാം. ഖുർആനിൽ പറഞ്ഞല്ലോ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ. എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ പറയണം, ഞാൻ സമീപത്തുണ്ട്, അടുത്തുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന, ദുആ ചൊല്ലുന്നവൻ്റെ, പറയുന്നവൻ്റെ ആ ദുആ ഞാൻ സ്വീകരിക്കും. ഇവിടെ ഉജീബു ദഅവത ദാഇ എന്ന് പറയുമ്പോൾ ദുആഇന് 2 അർത്ഥങ്ങളും കൊടുക്കാമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഒന്നെന്താണ്? പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ, എന്നോട് തേടുന്ന മനുഷ്യൻ്റെ തേട്ടം, ആ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കുന്നു. ഉജീബു, ഞാൻ സ്വീകരിക്കും. ഇനി ആരാധന എന്ന അർത്ഥം കൊടുത്താലോ? എന്താ അതിൻ്റെ വ്യാഖ്യാനം? എനിക്ക് ആരാധന സമർപ്പിക്കുന്ന, അനുഷ്ഠിക്കുന്ന വ്യക്തിയുടെ ആരാധനയ്ക്ക് ഞാൻ പ്രതിഫലം നൽകുന്നു. ഇത് രണ്ടും സഹീഹാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? ചില സ്ഥലങ്ങളിൽ ആരാധിച്ചു, ആരാധന എന്ന അർത്ഥം മാത്രമേ ശരിയാവൂ. വഅഅ്തസിലുക്കും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ എന്താണ്? ഞാൻ നിങ്ങളെ ബഹിഷ്കരിക്കുന്നു, നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നു, നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെയും, അതായത് വിഗ്രഹങ്ങളെയും എന്ന് പറയുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്ന എന്നല്ല. കാരണം ശേഷം ഖുർആൻ എന്താണ്? അവിടെ ആരാധിക്കുന്നു എന്ന അർത്ഥം തന്നെ, പദം തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇനി വേറൊരു ഉദാഹരണം, മക്ക മുശ്രിക്കീങ്ങളുടെ പ്രവണത എന്തായിരുന്നു? അവർ ആപൽഘട്ടങ്ങളിൽ, ഇപ്പോൾ കപ്പലിൽ കയറി അവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കും, അല്ലേ? ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിൽ കയറിയാൽ അവർ ദഅവുല്ലാഹ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്നാണ്. ഇവിടെ ദഅവുല്ലാഹ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന വാക്കിന് എന്ത് കൊടുക്കാൻ പറ്റില്ല? ആരാധിച്ചു എന്ന് കൊടുക്കാൻ പറ്റില്ല. പ്രാർത്ഥന ആരാധന തന്നെയാണ്, പക്ഷെ ഇവിടെ ദുആഇൻ്റെ അർത്ഥം എന്താണ്? അവർ അള്ളാഹുവിനോട് തേടി എന്ന അർത്ഥമാണ്, പ്രാർത്ഥിച്ചു എന്ന അർത്ഥമാണ്. മൂന്നാമത്തെ ചോദ്യം, എന്താണ് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? അദ്ദുആഉ ഹുവൽ ഇബാദ, ഇതിൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥനയാകുന്നു ആരാധന. ഇതിൻ്റെ എന്താ ഉദ്ദേശം? അതിൻ്റെ ബാഹ്യാർത്ഥമല്ല ഞാൻ ചോദിച്ചത്, എന്താണ് അതിൻ്റെ ഉദ്ദേശം?
അതെ അതെ. ഇവിടെ നാജി മൗലവി പറഞ്ഞു വെച്ചാൽ അദ്ദുആഉ ഹുവൽ ഇബാദ, ഏതുപോലെയാണ് അൽ ഹജ്ജു അറഫ. അതായത് ഹജ്ജ് എന്ന് വെച്ചാൽ അറഫയാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താ കാരണം? ഹജ്ജിൻ്റെ മുഖ്യ കർമ്മം എന്താണ്? അറഫ ദിനമാണ്. അതേപോലെ തന്നെ ആരാധനാ കർമ്മങ്ങൾ ധാരാളമുണ്ട്. അവയിൽ ഏറ്റവും മുഖ്യമായ കർമ്മം എന്താണ്? പ്രാർത്ഥനയാണ്. അതിനൊരു രഹസ്യം കൂടി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ശരിക്ക് ഓർമ്മപ്പെടുത്തുന്ന വെച്ചാൽ നമ്മൾ ഇങ്ങനെ വായിച്ചു പോവുക എന്നല്ലല്ലോ, മറിച്ച് നമുക്ക് നമ്മുടെ ദീനീപരമായ വിഷയങ്ങൾ പഠിക്കണം, അത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കണം. എന്താണ് അതിൻ്റെ ഉദ്ദേശം? പ്രാർത്ഥനയാണ് ആരാധനാ കർമ്മങ്ങളിൽ മുഖ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു മനുഷ്യൻ ഏതൊരു ആരാധനാ കർമ്മം അനുഷ്ഠിച്ചാലും എന്ത് ഉൾക്കൊള്ളുന്നുണ്ട്? പ്രാർത്ഥന ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു മനുഷ്യൻ നമസ്കരിച്ചു അല്ലേ, അള്ളാഹുവിന് നമസ്കാരം എന്ന കർമ്മം സമർപ്പിച്ചു. എന്നിട്ട് എന്താണ് അവൻ്റെ ഉള്ളിലുള്ളത്? അള്ളാഹുവേ, ഈ നമസ്കാരം നീ എന്നിൽ നിന്ന് സ്വീകരിക്കണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എന്തെന്നാൽ ആ ആരാധന കർമ്മത്തിൽ, ആ ഇബാദത്തിൽ പ്രാർത്ഥന ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന ആ ഹദീസിൻ്റെ ഉദ്ദേശം. പിന്നെ അദ്ദുആഉ മുഖുൽ ഇബാദ എന്ന ഹദീസ് ദുർബലമാണെന്ന് നാം പഠിച്ചു. അത് ദുർബലമാകാനുള്ള കാരണം അതെ, ഇബ്നു ലഹിയ എന്ന റാവി ഉണ്ട്. മനസ്സിലായില്ലേ? അതായത് ആദ്യം ആ റാവി ഇത് ദുർബലമാകാനുള്ള റാവിയുടെ പേരാണ് പറയേണ്ടത്. അത് ഞാൻ ഉദ്ദേശിച്ചത് എൽമു പഠിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ചോദ്യമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ലഹിയ എന്ന റാവി, ആ റാവിയുടെ അവസാന കാലഘട്ടത്തിൽ അയാൾക്ക് ദൗർബല്യം സംഭവിച്ചിട്ടുണ്ട്. അയാളുടെ മക്തബ കത്തിപ്പോയി. അങ്ങനെ അയാൾക്കുള്ള ഗ്രന്ഥങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഓർമ്മക്കുറവും ഉണ്ടായി. അപ്പോൾ പണ്ഡിതനായതുകൊണ്ട് മാത്രം ഹദീസ് നിദാന ശാസ്ത്രം സൂക്ഷ്മമായൊരു വിഷയമാണ്. ഹദീസ് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരാളുടെ കൈവശം ഗ്രന്ഥം മാത്രം ഉണ്ടായാൽ പോരാ. ഗ്രന്ഥം ശരിയായ ഗ്രന്ഥമായിരിക്കണം, രേഖയായിരിക്കണം. അതേപോലെ അയാൾ മനഃപ്പാഠമാക്കുന്ന വിഷയത്തിലും ഉഷാറായിരിക്കണം. എങ്കിൽ മാത്രമേ ഹദീസ് സ്വീകരിക്കപ്പെടൂ. ആരാധനാ കർമ്മങ്ങളിൽ ഇബാദത്തിൽപ്പെട്ടതാണ് അൽ ഖൗഫ്. എന്താ അർത്ഥം? അള്ളാഹുവിനെ ഭയക്കുക എന്നത്. ചോദ്യം എന്താണ്? ഇബാദത്താകുന്ന ഖൗഫ് ഏത്? ഖൗഫു സിറാണ്. ഖൗഫു സിർ. അതിനിപ്പോൾ എങ്ങനെ മലയാളത്തിൽ അർത്ഥം വെക്കുക? ഖൗഫു സിർ എന്ന് ഒറ്റ വാക്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും? സ്വകാര്യമായ ഭയം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് തിരിയില്ല. ഖൗഫു സിറിൻ്റെ ഉദ്ദേശം മനസ്സിലായോ? അദൃശ്യമായ ഖൗഫ് എന്നല്ലേ? അതിൻ്റെ ഉദ്ദേശം എന്താണ്? കാര്യകാരണങ്ങൾക്ക് അതീതമായി ഒരു സൃഷ്ടിയെ ഭയക്കുക. അങ്ങനെ ഭയക്കാൻ ആരെ മാത്രം പാടുള്ളൂ? അള്ളാഹുവിനെ മാത്രം അങ്ങനെ ഭയക്കാൻ പാടുള്ളൂ. അതായത് അള്ളാഹുവിന് മാത്രം കഴിവുള്ള, ഒന്നും കൂടിയും പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം കഴിവുള്ള വിഷയങ്ങളിൽ മറ്റുള്ള സൃഷ്ടികളെ ഭയക്കുക. ഏതുപോലെ? ഇപ്പോൾ ഒരു മുരീദ് ചിന്തിക്കുകയാണ്, എൻ്റെ മരണപ്പെട്ട ഷെയ്ഖായ ആ വലിയായ ആ ഗുരുവര്യൻ അയാൾക്ക് ഇഷ്ടമില്ലാത്ത അനിഷ്ടമുള്ള വിഷയങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്നോട് കോപിക്കും, അങ്ങനെ എനിക്ക് ആപത്തുകൾ വരും എന്ന് ആ നിലക്ക് ആ മരിച്ചുപോയ ആ വലിയനെ അല്ലെങ്കിൽ ആ ഷെയ്ഖിനെ ഭയക്കുക. എന്താണ് ഇത്? ഖൗഫു സിറാണ്. ഇത് ശിർക്കുൻ അക്ബറാണ്. ഇതാണ് ഇബാദത്തായ ഖൗഫ്. അതേപോലെ ഹറാമായ ഖൗഫുണ്ട്. എന്താണ്? അതായത്
നമുക്ക് നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയാനും നമ്മെ തടസ്സപ്പെടുത്തുന്ന ഭയം എന്താണോ അതാകുന്നു ഹറാമായ ഖൗഫ്. മനസ്സിലായില്ലേ? നിർബന്ധമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ നമ്മൾ വ്യക്തികളെ, ചില ആൾക്കാരെ ഭയക്കുക, എന്താണത്? ഖൗഫുൻ മുഹറം, ഹറാമായ ഖൗഫാണത്. അതേപോലെ തന്നെ ഖൗഫുൻ മുബാഹുണ്ട്. അതായത് ഖൗഫുൻ തബീഇ, ഒരു മനുഷ്യൻ്റെ പ്രകൃതത്തിൽ എന്തുണ്ട്? ഭയമുണ്ട്. ഭയമില്ലാത്ത ഒരാൾ മനുഷ്യനല്ല. ഇപ്പോൾ പാമ്പിനെ കണ്ടാൽ ഭയക്കുക, വിഷജന്തുക്കളെ കണ്ടാൽ ഭയക്കുക, ഇത് ഖൗഫുൻ തബീഇയാണ്, അത് സ്വാഭാവികമാണ് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അവസാനത്തെ ചോദ്യം നമ്മുടെ ഇന്നത്തെ ദർസിലേക്ക് കടക്കുകയാണ്. എന്താണ് ഖൗഫും? ഖൗഫ് ഇബാദത്താണല്ലോ, അതേപോലെ അർ റഹ്ബ എന്നതും ഇബാദത്താണ്. എന്താണ് അൽ ഖൗഫു വർ റഹ്ബ? രണ്ടും ഭയം എന്ന അർത്ഥം കൊടുക്കാം നമുക്ക്, രണ്ടിനും ഭയം എന്ന അർത്ഥം കൊടുക്കാം. എന്താണ് ഖൗഫും റഹ്ബത്തും തമ്മിലുള്ള വ്യത്യാസം? അമലായി ബന്ധപ്പെട്ടതാണ് ഏത്? റഹ്ബ. അതായത് റഹ്ബയും ഖൗഫും രണ്ടും ഭയമാണ്. ഭയത്തോടൊപ്പം കർമ്മം ഉണ്ടാകുമ്പോൾ, കർമ്മവും ചേരുമ്പോൾ, പ്രവൃത്തിയും ചേരുമ്പോൾ എന്തായി മാറി? റഹ്ബയായി. നാം ഏതിൽ നിന്നാണോ ഭയക്കുന്നത് ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഭയത്തോടൊപ്പം നാം പ്രവർത്തിക്കുമ്പോൾ എന്തായി മാറി? അത് റഹ്ബയായി മാറി. അതാണ് അൽ ഖൗഫു അൽ മഖ്റൂനു ബിൽ അമൽ എന്ന് റഹ്ബക്ക് പണ്ഡിതന്മാർ അർത്ഥം നൽകാനുള്ള കാരണം. ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അൻവാഉൽ ഇബാദ, ഇബാദത്തിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങൾ. ധാരാളം ഇനങ്ങളുണ്ട്, ഒരു ഇനം മാത്രമല്ല. അവയിൽ മുഖ്യമാണ് എന്ത്? പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ വ്യത്യസ്ത ഇനങ്ങളും നാം പഠിച്ചു, പ്രയോഗങ്ങളൊക്കെ പഠിച്ചു. ഇനി നാം നിർത്തിവെച്ചത് ഏതിലാണ്? റജാ ആണ് അല്ലേ? വദലീലുർ റജാ, അതായത് പ്രതീക്ഷയുടെ തെളിവെന്താണ്? പ്രതീക്ഷ എന്താണ്? ഇബാദത്താണ്. പ്രതീക്ഷയുടെ തെളിവെന്താണ്? ഖൗലുഹു തആല ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. എന്താണ് പ്രതീക്ഷയുടെ അർത്ഥം? അത്തമഉ ബിൽ ഹുസൂലി അലാ ഷൈഇൻ മർജൂ, ഒരു കാര്യം നേടിയെടുക്കുവാൻ നാം ആഗ്രഹിക്കുക, അതാവുന്നു എന്ത്? പ്രതീക്ഷയുടെ അർത്ഥം. പ്രതീക്ഷ എപ്പോഴാണ് ഇബാദത്താവുന്നത്? അഥവാ അത് മറ്റുള്ളവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഷിർക്കായി മാറുന്ന പ്രതീക്ഷ റജാ എന്താണ്? അതാണ് നാം ഇവിടെ തൗഹീദുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്നു, അൻ യത്മഅ ഫീ ഷൈഇൻ ലാ യംലികുഹു ഇല്ലല്ലാഹു ജല്ല വഅല, അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യങ്ങളിൽ മറ്റുള്ള സൃഷ്ടികളിൽ പ്രതീക്ഷ വെക്കുക. അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ഉദാഹരണം, അൻ യത്മഅ ഫീ ശിഫാഇഹി മിൻ മറദ്, അതായത് സൃഷ്ടികളിൽ എൻ്റെ രോഗം ശമിക്കുവാൻ വേണ്ടി ഞാൻ സൃഷ്ടികളിൽ പ്രതീക്ഷ വെക്കുക. അതേപോലെ തന്നെ സൃഷ്ടികളിൽ നിന്ന്, അത് പ്രവാചകന്മാരാകട്ടെ ഔലിയാക്കളാകട്ടെ, സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി ഞാൻ പ്രതീക്ഷിക്കുക അവരിൽ നിന്ന്, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് മോചിതരാകുവാൻ വേണ്ടി, രക്ഷപ്പെടുവാൻ വേണ്ടി സൃഷ്ടികളിൽ പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ എന്തായി മാറി? അത് ഷിർക്കാണ്, ഷിർക്കായ പ്രതീക്ഷയാണ്. അത് അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട പ്രതീക്ഷയാണത്. അർത്ഥം മനസ്സിലായില്ലേ? എന്നാൽ സ്വാഭാവികമായ പ്രതീക്ഷയുണ്ട്, റജാഉൻ തബീഇയുണ്ട്. എന്താണത്? അതായത് ഒരു മനുഷ്യന് കഴിവുള്ള കാര്യങ്ങളിൽ നാം പ്രതീക്ഷ വെക്കുക. ഇപ്പോൾ
നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ പ്ലീസ് എന്ന് പ്രയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം അപേക്ഷിക്കാറുണ്ട്. അറബിയിൽ പറയാറുണ്ട് അർജു അല്ലെങ്കിൽ നെർജു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്ന്. അപ്പോൾ എന്താണ്, പരസ്പരം സഹകരണവും സഹായിക്കാനും വേണ്ടി അവർക്ക് ഓരോ മനുഷ്യനും അവനവന് അള്ളാഹു നൽകിയ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യകാരണങ്ങളുടെ അതീതമായി അല്ല നമ്മൾ പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ എന്തായി മാറി, അത് ശിർക്കായ പ്രതീക്ഷയല്ല. ഇങ്ങനെ രണ്ടൊരു നിലക്ക് ഒരു വിഭജനം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റജാ പ്രതീക്ഷയാണ്. ഇതിന് ശേഷം ഷെയ്ഖ് പഠിപ്പിക്കുന്നുണ്ട് റഗ്ബ. എന്താണ് റഗ്ബ? എന്താ അർത്ഥം? അതും പ്രതീക്ഷ, ആഗ്രഹം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്താണ് വ്യത്യാസം? ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ പഠിപ്പിക്കുന്നുണ്ട്, വൽ ഫർഖു ബൈന റഗ്ബതി വർ റജാഇ അന്ന റജാഅ തമഉൻ വർ റഗ്ബത തലബുൻ ഫഹിയ സമറത്തുർ റജാ. അതായത് റഗ്ബത്തും റജാവും തമ്മിലുള്ള വ്യത്യാസം, റജാ ആഗ്രഹമാണ്. റഗ്ബത്തിന് എന്തുണ്ട്? ആഗ്രഹമുണ്ട്. പക്ഷേ റഗ്ബത്ത് ആഗ്രഹത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല, അതോടൊപ്പം എന്തുണ്ട്? തേട്ടവുമുണ്ട്. താൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് തേടുക, ചോദിക്കുക, അപേക്ഷിക്കുക, അതാവുന്നെന്ത്? റഗ്ബ. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അത് റഗ്ബത്ത്, താങ്കൾ അള്ളാഹുവിനോട് മാത്രം റഗ്ബത്ത് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ റഗ്ബത്തും റജാവും ഏകദേശം ഒരേ അർത്ഥമാണെങ്കിലും സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. രണ്ടും ആഗ്രഹം പ്രകടിപ്പിക്കലാണ്. പക്ഷെ എന്താണ് വ്യത്യാസം? ആഗ്രഹത്തോടൊപ്പം എന്തുണ്ട്? തേട്ടമുണ്ട്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നാം അള്ളാഹുവിനോട് തേടുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾ സ്വർഗം ആഗ്രഹിച്ചു, പ്രതീക്ഷിച്ചു, എന്താണ് അതിന് പറയുക? റജാ. എന്നാൽ സ്വർഗം പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ, ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അയാൾ സൽക്കർമ്മം പ്രവർത്തിച്ചുകൊണ്ട് തേടി. എന്താണ്? അതാണ് റഗ്ബ. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും സൂക്ഷ്മമായ വിഷയങ്ങളാണ്. നമ്മൾ ശരിക്കും ഇങ്ങനെ ബാഹ്യമായി വായിച്ചു പോവുകയാണെങ്കിൽ എന്താണ് ധാരണ? റഗ്ബ റജാ ഒരേ അർത്ഥം, ഖൗഫ് റഹബ ഒരേ അർത്ഥം. ഇവയൊക്കെ ശരിക്കും എന്താ? ഇതൊക്കെ ഖുർആനിക പദങ്ങളാണ്, പ്രയോഗങ്ങളാണ്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബ. അതായത് നന്മകളിൽ പ്രവാചകന്മാർ മത്സരിക്കുകയായിരുന്നു, മുൻപന്തിയിലായിരുന്നു അവർ. വയദ്ഊനന, അവർ നമ്മോട് പ്രാർത്ഥിക്കും. റഗബൻ വറഹബ, അതായത് നമ്മുടെ പ്രതിഫലം, കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടും ശിക്ഷയിൽ നിന്ന് ഭയന്നുകൊണ്ടും അവർ ദുആ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രയും സൂക്ഷ്മമായ വ്യത്യാസങ്ങളാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ റജാഇൻ്റെ അർത്ഥം നാം പഠിച്ചു, റജാവും റഗ്ബത്തും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. അതേപോലെ റജാഇൻ്റെ ഇനങ്ങളും പഠിച്ചു. ഇബാദത്തായ റജാവും സ്വാഭാവികമായ പ്രതീക്ഷയും ഉണ്ട്. ഇബാദത്തായ എന്ന് പറയുമ്പം അത് അള്ളാഹു ഇല്ലാത്തവർക്ക് സമർപ്പിച്ച എന്തായി മാറി? ഷിർക്കായി മാറി. ഉദാഹരണമായി, നമ്മൾ അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യങ്ങൾ സൃഷ്ടികളിൽ പ്രതീക്ഷ വെക്കുക, എന്താണത്? ഷിർക്കാണത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാ റജാഇനെ നല്ല റജാവും ചീത്ത റജാവും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഇനങ്ങളാക്കി തിരിക്കുന്നുണ്ട്. അറബിയിൽ പറയും റജാഉൻ മഹ്മൂദ് റജാഉൻ മദ്മൂം. അതായത് മോശപ്പെട്ട റജാവും പ്രതീക്ഷയുമുണ്ട്, നല്ല പ്രതീക്ഷയുമുണ്ട്. നല്ല പ്രതീക്ഷ എന്താണ്? 2 ഇനങ്ങളാവുന്നു. ഒന്ന്, ഒരു മനുഷ്യൻ റജാഉ റജുലിൻ അമില ബിതാഅത്തില്ലാഹി, അതായത് അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുക. അങ്ങനെ അയാൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ നല്ല റജ എന്താണ്? വറജുലുൻ അദ്നബ ദുനൂബൻ, ഒരാൾ ധാരാളം പാപങ്ങൾ ചെയ്തു,
എന്നിട്ട് ശേഷം അയാൾ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് പാപമോചനം പ്രതീക്ഷ വെച്ചുകൊണ്ട്. ഈ രണ്ട് പ്രതീക്ഷയും എന്താണ്? നല്ല പ്രതീക്ഷയാണ്. ഒന്നെന്താണ്? സൽക്കർമ്മം പ്രവർത്തിക്കുന്നു, അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിക്കുക. രണ്ടാമത്തെ റജ എന്താണ്? നല്ല റജ. ഒരാൾ പാപം, ഒന്നുകിൽ ഒരു മനുഷ്യൻ സൽക്കർമ്മം പ്രവർത്തിക്കുക അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്യുന്ന രണ്ടവസ്ഥയാണല്ലോ. രണ്ടാമത്തെ റജ എന്താണ്? പാപങ്ങൾ ചെയ്തിട്ട് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹുവിൻ്റെ കാരുണ്യവും മഗ്ഫിറത്തും പ്രതീക്ഷിക്കുന്ന അവസ്ഥ. ഇത് രണ്ടും എന്താണ്? സുദീർഘമായ രണ്ട് ഇനങ്ങളാകുന്നു. മഹ്മൂദായ റജ ആകുന്നു, മദ്മൂമായ ചീത്ത മോശപ്പെട്ട റജ ഉണ്ട്. എന്താണത്? അതായത് റജുലുൻ മുതമാദിൻ ഫി തഫ്രീത്ത് വൽ ഖതായ, പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ യർജു റഹ്മത്തല്ലാഹി ബിലാ അമൽ, അയാൾ അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നു, എന്നാൽ സൽക്കർമ്മങ്ങൾ ചെയ്യാതെ, സൽക്കർമ്മങ്ങൾ ചെയ്യാതെ, ഒരു മാറ്റം വരുത്താതെ, ഒരു പരിവർത്തനം ഉണ്ടാക്കാതെ അയാൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, കാരുണ്യം, മഗ്ഫിറത്ത് പ്രതീക്ഷിക്കുന്നു. അതെന്താണ്? റജാ ഉൻ മദ്മൂമാണ്. സത്യവിശ്വാസിക്ക് ആ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അയാളെന്താണ്? നമ്മളൊക്കെ പാപികളാണ്. പാപം ചെയ്തു കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ നടത്തണം. ഈ ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോൾ തന്നെ പിശാചിന് ഇത്ര ഭാരമുള്ളൊരു കാര്യമില്ല. കാരണം അള്ളാഹുവിലേക്ക് അടുക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഏത് പാപം ചെയ്തു കഴിഞ്ഞാലും അതിനെന്തുണ്ട്? തൗബയുണ്ട് എന്നാണ്. തൗബയുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്. പക്ഷേ ആ ഇസ്തിഗ്ഫാറും ആ തൗബയൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്തുണ്ട്? അത് ഖാലിസായ ഇഖ്ലാസോടെ ചെയ്യപ്പെടുന്ന തൗബയായിരിക്കണം. പല ക്ലാസ്സുകളിലും തൗബൻ്റെ വ്യത്യസ്ത ശുറൂത്തുകളൊക്കെ ഞാൻ പഠിച്ചതാണ്. നിബന്ധനകളുണ്ട് തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടണമെങ്കിൽ. അതിലൊന്നാണ് ഇനി തിരിച്ച് പാപത്തിലേക്ക് ഞാൻ മടങ്ങില്ല എന്ന് ഞാൻ ഉറച്ച തീരുമാനം എടുക്കുക. ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു അവസരം കിട്ടിയാൽ ഇനിയും ആ പാപം ചെയ്യും എന്ന ഉദ്ദേശം വെച്ചാണെങ്കിലോ അത് തൗബയാണോ? അത് തൗബയല്ല. ഇപ്പോൾ തൗബ സ്വീകരിക്കപ്പെടണമെങ്കിൽ പല ഷർത്തുകളുമുണ്ട്. പാപത്തെ വെടിയുക, പാപത്തിൽ നിന്ന് പിന്മാറുക, ഒന്ന്. രണ്ട്, ഇനി ആ പാപത്തിലേക്ക് മടങ്ങില്ല എന്ന് ഉറച്ച തീരുമാനം എടുക്കുക. അതേപോലെ തന്നെ ഖേദമുണ്ടാകുക എന്നാണ്. ഒരാൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, പശ്ചാത്തപിച്ചു എന്നയാൾ നടിക്കുന്നു, പക്ഷെ അയാളുടെ മനസ്സിൽ എന്തില്ല? ഖേദമില്ല. അതേപോലെ തന്നെ നാലാമത്തെ ഷർത്ത് എന്നാണ്? സൃഷ്ടികളുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ ആ സൃഷ്ടികൾക്ക് താൻ പിടിച്ചെടുത്ത, കൈവശപ്പെടുത്തിയ ആ സ്വത്താണെങ്കിൽ സ്വത്ത്, പണമാണെങ്കിൽ പണം തിരിച്ചു കൊടുക്കുക. ഒരാളുടെ സ്വത്ത് കൈവശമാക്കിയിട്ട്, അന്യായമായി സ്വത്ത് കൈവശമാക്കിയിട്ട് അയാൾ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, തൗബ ചെയ്തു, ആ അന്യായമായി അയാൾ എടുത്ത ആ സ്വത്ത് തിരിച്ചു കൊടുത്തില്ല, അത് തൗബയാകുമോ? തൗബയാകൂല. ആണ് യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ ഇല്ല അദ്ദൈൻ. രക്തസാക്ഷിക്ക് എല്ലാ പാപവും പൊറുക്കപ്പെടും, ഏതൊഴികെ? കടബാധ്യത ഒഴികെയെന്ന്. എന്താ കാരണം? സൃഷ്ടികളുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ അത് അവരുമായി പൊരുത്തപ്പെടിച്ചില്ലെങ്കിൽ അതെന്താണ്? വലിയ ദോഷകരമായി മാറുമെന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് റജാഇൻ്റെ ചുരുക്കം. പ്രതീക്ഷ എന്ന ഇബാദത്തിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ നാം പഠിച്ചത്. എന്താണ് ഇതിൻ്റെ തെളിവ്? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫലിയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, എന്താ ഇതിനർത്ഥം? ഇതിന് പണ്ഡിതന്മാർ പല അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാഹ്യമായ അർത്ഥം എന്താണ്? അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് വല്ലവനും പ്രതീക്ഷയുണ്ടെങ്കിൽ. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അള്ളാഹുവിൻ്റെ പ്രതിഫലം വല്ലവനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അതൊരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, അള്ളാഹുവിനെ വല്ലവനും ഭയക്കുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണം, അള്ളാഹുവിനെ വല്ലവനും ഭയക്കുന്നുണ്ടെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കട്ടെ, ശിർക്ക് ചെയ്യാതിരിക്കട്ടെ. ഇതും ചില തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും.
പറഞ്ഞത് മനസ്സിലായല്ലോ? ഒന്നെന്താണ്? അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുക. രണ്ടെന്താണ്? അള്ളാഹുവിനെ വല്ലവനും ഭയക്കുന്നുണ്ടെങ്കിൽ, അതാ അള്ളാഹുവിൻ്റെ വിചാരണയെ വല്ലവനും ഭയക്കുന്നുണ്ടെങ്കിൽ അവൻ സൽക്കരം പ്രവർത്തി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ചോദ്യം എന്താണ്? എങ്ങനെയാണ് ഇവിടെ ഭയം എന്ന അർത്ഥം വന്നത്? എന്താണ് പദം? ഖുർആനിക പദം എന്താണ്? ഫമൻ കാന യർജു. അതിനെന്താ അർത്ഥം കൊടുത്തത്? യഖാഫ്. എങ്ങനെ ഈ അർത്ഥം ശരിയാകുക? ചോദ്യം മനസ്സിലായല്ലേ? അതായത് പണ്ഡിതന്മാർ ഒരു കാര്യം പഠിപ്പിക്കുന്നു, ഇത് പ്രത്യേകം തുല്ലാബുൽ ഇൽമി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഇത് ഇങ്ങനെയുള്ള അർത്ഥം വായിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം. അതായത് തഫ്സീർ എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു മേഖലയാണ്. അറബി ഭാഷയും വിശാലമായ ഒരു ഭാഷയാണ്. റജാഇൻ്റെ ഒരു അർത്ഥമാണ് എന്ത്? ഭയം എന്ന്. എന്താണ് അതിൻ്റെ ഉദ്ദേശം? പ്രതീക്ഷ എന്ന് പറയുമ്പോൾ രണ്ട് നിലയ്ക്ക് നമുക്ക് അർത്ഥം വെക്കാം. ഒന്ന്, നന്മ ലഭിക്കുവാൻ വേണ്ടി, നമുക്ക് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പ്രതീക്ഷ, മനസ്സിലായില്ലേ? രണ്ടാമത്തെ പ്രതീക്ഷ എന്താണ്? തിന്മ നമുക്ക് വരാതിരിക്കാൻ, തിന്മയിൽ നാം ചാടാതിരിക്കുവാനുള്ള പ്രതീക്ഷ. അതാണ് എന്ത്? ഭയം. അള്ളാഹുവിൻ്റെ വിചാരണയെ ഭയക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ റജാ എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ ഉൾപ്പെട്ട്? പ്രതീക്ഷയും ഉൾപ്പെട്ടു, ഭയവും ഉൾപ്പെട്ടു. അതുകൊണ്ടാണ് തഫ്സീർ പണ്ഡിതന്മാർ ഫമൻ യഖാഫുൽ ഹിസാബ എന്ന അർത്ഥം ഈ ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി എന്ന ആയത്തിന് നൽകാനുള്ള കാരണം. ഇത്രക്കും ശരിക്ക് സൂക്ഷ്മമായ ഒരു തഫ്സീറാണെന്ന് നാം മനസ്സിലാക്കും. ഇമാം തബരിയുടെ തഫ്സീർ നോക്കൂ, നിങ്ങൾ ഇമാം ബഗവിയുടെ തഫ്സീർ നോക്കൂ, ഇമാം വാഹിദിയുടെ തഫ്സീർ നോക്കൂ. അവിടെയൊക്കെ ഭയം എന്ന തഫ്സീർ നമുക്ക് കാണാൻ സാധിക്കും. പ്രതീക്ഷയ്ക്ക് ശേഷം എന്താണ്? ഷെയ്ഖ് എണ്ണിപ്പറഞ്ഞ ആരാധന എന്താണ്? ഇബാദ, അത്തവക്കുൽ. വദലീലു തവക്കുലി, നമുക്ക് ഷെയ്ഖിൻ്റെ ഇബാറത്തിലേക്ക് പ്രവേശിക്കാം. വദലീലു തവക്കുലി, തവക്കുലിൻ്റെ തെളിവ്. ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ വചനം, വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിൽ ബലമേൽപ്പിക്കുക. വഖൗലുഹു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആർ അല്ലാഹുവിൽ ബലമേൽപ്പിച്ചുവോ അല്ലാഹു അവന് മതിയാവുന്നു. ഇതാണ് തവക്കുലിൻ്റെ തെളിവ്. അപ്പോൾ തവക്കുൽ എന്താണ്? ഇബാദത്താണ്. എന്താണ് ഈ തവക്കുൽ എന്നാണ് നാം ആദ്യം പഠിക്കേണ്ടത്. പണ്ഡിതന്മാർ പറയുന്നു വഹഖീഖത്തു തവക്കുലി ഹുവ സിദ്ഖു ഇഅ്തിമാദിൽ ഖൽബി അലല്ലാഹി അസ്സ വജല്ല ഫി ഇസ്തിജ്ലാബിൽ മസാലിഹി വദഫ്ഇൽ മദാരി മിൻ ഉമൂരി ദുനിയ വൽ ആഖിറതി കുല്ലിഹാ. ഇഹപര കാര്യങ്ങൾ, ദുനിയവിയാകട്ടെ ഉഖ്റവിയാകട്ടെ, നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നേടിയെടുക്കുവാനും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അള്ളാഹുവിൽ ബലമേൽപ്പിക്കുക. ഇതാവുന്നു തവക്കുലിൻ്റെ അർത്ഥം. ഇമാം ഇബ്നു റജബിൽ ഹംബലി ജാമിഉൽ ഉലൂമി വൽ ഹികമിൽ പറഞ്ഞ തഅരീഫാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ പൂർണ്ണമായും ബലമേൽപ്പിച്ചാൽ എന്തായി മാറി? അത് തവക്കുലായി മാറി. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നു ലാ യൻഫഉഹു ഖൗലുഹു തവക്കൽതു അലല്ലാഹി മഅ ഇഅ്തിമാദിഹി അലാ ഗൈരിഹി വറുകൂനിഹി ഇലൈഹി. ഈ തവക്കൽതു അലല്ലാഹി നാവുകൊണ്ട് പറഞ്ഞ്, എന്നാൽ അയാളുടെ മനസ്സിൽ എന്താണ്? ആശ്രയം മുഴുവനും സൃഷ്ടികളുടെ മേലെയാണ്. സൃഷ്ടികളെ ആശ്രയിക്കുന്നത് അത് ഏത് നിലക്കാണെങ്കിലും, സാമ്പത്തികമായിട്ടാണെങ്കിലും ഏത് നിലക്കും അവൻ്റെ മനസ്സിൽ എന്താണുള്ളത്? സൃഷ്ടികളാണ്, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ച സംവിധാനങ്ങളാകുന്നു. ഭൗതികമായ സംവിധാനങ്ങളിൽ ആണ് ഒരു മനുഷ്യൻ്റെ ചിന്ത മുഴുവനും. തവക്കൽതു അലല്ലാഹ് നാവുകൊണ്ട് പറഞ്ഞിട്ട്
കാര്യമില്ല എന്നാണ് ഷെയ്ഖ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പഠിപ്പിക്കുന്നത്. ഏതുപോലെ കമാ അന്ന തൗബത്തുൽ ലിസാനി മഅ ഇസ്റാറിൽ ഖൽബി ഷൈഉൻ വതൗബത്തുൽ ഖൽബി വഇൻ ലം യൻതിഖിൽ ലിസാനു ഷൈ. നല്ലൊരു ഉദാഹരണമാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞത്. ഇബ്നുൽ ഖയ്യിം പറയുന്നു, ഏതുപോലെ ഒരു മനുഷ്യൻ പശ്ചാത്തപിച്ചു അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി എന്ന് നാവുകൊണ്ട് സംസാരിക്കുന്നു, ഉച്ചരിക്കുന്നു, എന്നാൽ ഹൃദയത്തിൽ എന്തില്ല? പശ്ചാത്താപമില്ല. എന്നാൽ ഒരു മനുഷ്യൻ നാവുകൊണ്ട് പറയുന്നില്ല, പക്ഷെ അയാളുടെ മനസ്സിൽ ഖേദമുണ്ട്, ഇനി പാപത്തിലേക്ക് ഞാൻ മടങ്ങില്ല എന്ന തീരുമാനമുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോടുള്ള ഭയമുണ്ട്, അള്ളാഹുവിനോട് എൻ്റെ പാപം നീ പുറത്തു തരണമേ എന്ന തേട്ടമുണ്ട്. അവനാകുന്നു യഥാർത്ഥ തായിബ് അവനാകുന്നു. അതേപോലെ തന്നെ തവക്കുൽ നമ്മുടെ ജീവിതവുമായി നമ്മൾ തട്ടിച്ചു നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് വീഴ്ച വരാറുള്ള ഒരു മേഖലയാണ് തവക്കുൽ. അതായത് പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ പദാർത്ഥ ലോകത്തിൽ മനുഷ്യൻ അമിതമായി മുഴുകുകയും വിശ്വാസം നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിലുള്ള തവക്കുലിന് നല്ല ദൗർബല്യം സംഭവിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് രോഗം വരുമ്പോൾ നാം നമ്മുടെ ചിന്ത മുഴുവനും ആശുപത്രിയിലും അതേപോലെ തന്നെ മരുന്നുകളിലും ആകുന്നു. എന്നാൽ അള്ളാഹുവിനോടുള്ള ആ ശിഫ തേടലും പ്രാർത്ഥനയും അള്ളാഹുവിനുള്ള ആ പ്രതീക്ഷയും നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. അപ്പം തവക്കുൽ എന്ന് പറയുന്നത് നിസ്സാരമായ സംഗതിയല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നു, അത്തവക്കുലു നിസ്ഫുദ്ദീൻ, ദീനിൻ്റെ പകുതിയാണെന്ത്? തവക്കുൽ എന്ന്. അതേപോലെ തന്നെ ഒരു മുസീബത്ത് സംഭവിക്കുമ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹുവിൽ പൂർണ്ണമായും തവക്കുൽ ചെയ്യേണ്ട ഒരു സന്ദർഭമാണ്. അവിടെയൊക്കെ നമ്മൾ കാരണങ്ങളുടെ പിന്നാലെ പോയി ഭൗതികമായ കാര്യങ്ങളുടെ പിന്നാലെ പോയി അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിൽ എല്ലാ കാര്യവും ബലമേൽപ്പിക്കുന്നതിനെ ദുർബലപ്പെടുത്തുന്ന പല കാര്യങ്ങളിൽ നാം ഏർപ്പെടാറുണ്ട്. അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. മുതവക്കിലീങ്ങളായ യഥാർത്ഥ തവക്കുൽ ചെയ്യുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, തവക്കുലും ഇബാദത്തല്ലാത്ത തവക്കുൽ ഉണ്ട് എന്ന്. അതായത് ഷിർക്കായ തവക്കുൽ എന്താകുന്നു, അതാണ് നാം പഠിക്കേണ്ടത്. ഇപ്പോൾ തവക്കുലും തൗക്കീലും തമ്മിൽ പണ്ഡിതന്മാർ വ്യത്യാസം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തൗക്കീൽ ഒന്നും തവക്കുലും വേറൊന്നുമാണ്. തൗക്കീൽ എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി ഏൽപ്പിക്കുക. എന്താണ്? തൗക്കീലാണ്. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവക്കുൽ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിക്കുക. അതാകുന്നു തവക്കുലിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഒരു മുസീബത്ത് സംഭവിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട ഒരു സന്ദർഭമാണ് തവക്കുൽ. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അള്ളാഹു രേഖപ്പെടുത്തിയ എന്താണോ അത് മാത്രമേ നമ്മെ ബാധിക്കുകയുള്ളൂ എന്ന ഉറച്ച വിശ്വാസം. ഖുൽ ലൻ യുസീബനാ, നമുക്കൊന്നും ബാധിക്കില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു രേഖപ്പെടുത്തിയ എന്താണോ അത് മാത്രമേ ബാധിക്കൂ. ആ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഏത് പ്രയാസഘട്ടങ്ങളിലും ഒരു മനുഷ്യൻ്റെ മനസ്സിന് ഉറപ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. ഹുവ മൗലാന, അവനാകുന്നു നമ്മുടെ രക്ഷിതാവ്. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അള്ളാഹുവിൽ ബലമേൽപ്പിക്കട്ടെ, തവക്കുൽ ചെയ്യട്ടെ. പലപ്പോഴും
ചില ആൾക്കാർ പറയാറുണ്ട്, നമുക്ക് ചെയ്യാൻ സാധിച്ചതൊക്കെ ചെയ്തു, ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ബാക്കി അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു എന്ന് സാധാരണ പറയാറുണ്ട്. ഇത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള ഒരു പ്രയോഗമാണ്. ഇത് പാടുണ്ടോ പാടില്ലേ, പാടുണ്ടെന്ന് പറഞ്ഞവരുണ്ട്, പാടില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ എങ്കിലും ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു വിഷയം, ബാക്കി എന്ന പദം, നാം ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ബാക്കി അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു പറയുമ്പം, ബാക്കി എന്ന് പറയുമ്പം അതാകുന്നു ബാക്കിയുള്ള വിഷയത്തിൽ മാത്രമാണ് തവക്കുൽ ചെയ്തത് എന്ന ഒരു അർത്ഥം, തെറ്റായ ഒരു അർത്ഥം അതിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ അതിലെ ശരിയായ പ്രയോഗം പഠിപ്പിക്കുന്നു. നാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ കഴിവനുസരിച്ച് നാം ചെയ്യേണ്ടതെല്ലാം ചെയ്തു, അള്ളാഹുവിനോട് നാം സഹായം ചോദിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ എന്നാണ് ശരിക്ക് പറയേണ്ടത്. കാരണം എല്ലാ വിഷയത്തിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണമെന്നാണ്, ബാക്കിയുള്ളതിൽ മാത്രം അല്ല എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ ഇപ്പോൾ ഷെയ്ഖുമാരൊക്കെ ഈ പ്രയോഗം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്താണ്, ഞാനൊരു മനുഷ്യ നിലയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്തു, പക്ഷേ തൗഫീഖും അതേപോലെ തന്നെ സദാദൊക്കെ അള്ളാഹുവിൻ്റെ കൈവശമാണ്, അത് അള്ളാഹു നൽകണം എന്നാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ എങ്കിലും പ്രയോഗത്തിൽ പോലും തെറ്റ്, അബദ്ധം ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത്. എന്താണ് ചോദ്യം? എപ്പോഴാണ് അള്ളാഹു അല്ലാത്തവരിൽ നാം തവക്കുൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഷിർക്കുൻ അക്ബർ, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന ഷിർക്കായി മാറുന്നത്? അതായത് അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യങ്ങൾ, വിഷയങ്ങളിൽ അള്ളാഹു അല്ലാത്തവരിൽ നാം തവക്കുൽ ചെയ്ത് കഴിഞ്ഞാൽ, ബലമേൽപ്പിച്ച് കഴിഞ്ഞാൽ എന്തായി മാറി? അത് ഷിർക്കായി മാറി. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വരുന്നൊരു ഉദാഹരണം എന്താണ്? മരിച്ചുപോയ മഹാന്മാരോട് നമുക്ക് വിജയം കിട്ടുവാനും അതേപോലെ തന്നെ റിസ്ക് കിട്ടുവാനും സന്താനം ലഭിക്കുവാനും വേണ്ടി മഹാന്മാരിൽ തവക്കുൽ ചെയ്യുക. അതായത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ പുകഴ്ത്തി പറയുന്ന ചില ബെയ്ത്തുകളിലൊക്കെ അതിൻ്റെ അർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ, എൻ്റെ മുരീദ് ഒന്നും യാതൊരു നിലക്കും ഭയക്കേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല, ഏതൊരു ആപത്ഘട്ടത്തിലും ഞാൻ സഹായത്തിനുണ്ടാകും എന്ന ആ അർത്ഥം വായിക്കുന്ന ഒരു മുരീദിൻ്റെ മനസ്സിൽ എന്തായിരിക്കും? എന്ത് ആപത്ത് ഉണ്ടെങ്കിലും മുഹീദ്ദീൻ ഷെയ്ഖ് രക്ഷിക്കാനുണ്ടാകും. മുഹീദ്ദീൻ ഷെയ്ഖിനെല്ലാം അർപ്പിക്കുന്ന, ബലമേൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ. ഒരു ഷിർക്കൻ വിശ്വാസമാണ് പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും മാലകളിലും അതേപോലെ തന്നെ ബൈത്തുകളിലൊക്കെ ഏടുകളിലും ഇതുപോലെയുള്ള ഷിർക്കൻ വരികളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പാവങ്ങളായ ജനങ്ങൾക്ക് അത് വായിക്കാൻ മാത്രമേ അറിയൂ, അതിനർത്ഥം പലപ്പോഴും അറിയണമെന്നില്ല. ഇത് ഉദാഹരണമായിട്ട് അൽ ഫുയൂദാത്തുർ റബ്ബാനിയ ഫിൽ ഔറാദി വൽ മആസിരിൽ ഖാദിരിയ എന്ന പുസ്തകത്തിൽ ഞാൻ പറഞ്ഞ വരികളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ തവക്കുൽ എന്താണ്? അത് ഷിർക്കുൻ അസ്ഗറായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് സൃഷ്ടിക്ക് നൽകിയ കഴിവുകൾ വെച്ചുകൊണ്ട് നാം ആ സൃഷ്ടിയിൽ ബലമേൽപ്പിക്കുക. അതെന്താണ്? ഷിർക്കുൻ അസ്ഗറാണ് നാം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതും തവക്കുലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു മനുഷ്യൻ ഒരാളെ ഏൽപ്പിച്ചു, ആ ഏൽപ്പിക്കുന്നത് എന്താണ്? തവക്കീൽ ജായിസാണ്. എന്നാൽ മറ്റൊരാൾ അയാളുടെ ആശ്രയം മുഴുവനും ആ മനുഷ്യൻ്റെ സഹായത്തിലാണ്. ആ മനുഷ്യൻ മുഖേന എനിക്കെല്ലാം ലഭിക്കും, എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ച് എടുക്കാം എന്നുള്ള, അതായത് കാര്യകാരണങ്ങളിലുള്ള അമിതമായ ആശ്രയം എന്തായി മാറിയത്? അത് ഷിർക്കിലേക്ക് എത്തിക്കുന്നു, അഥവാ അത് ഷിർക്കുൻ അസ്ഗറായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് ഒരു മനുഷ്യന്, ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകേണ്ടത്? ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്തു, പ്രവർത്തിച്ചു. പക്ഷെ ആ പ്രവൃത്തി
അതിൻ്റെ റിസൾട്ട് 100% അത് അള്ളാഹുവിൽ നിന്നാണ് ലഭിക്കുക. പൂർണ്ണമായും അള്ളാഹുവിലാണ് ആ മനുഷ്യൻ തവക്കുൽ ചെയ്യേണ്ടത്. അങ്ങനെ ഇത്രയും ശരിക്ക് നാം പഠിക്കേണ്ട വിഷയങ്ങളാണ് ഈ തവക്കുലിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങൾ. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും കമാ യർസുഖു അത്തൈർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന. നിങ്ങൾ അള്ളാഹുവിൽ വേണ്ടതുപോലെ തവക്കുൽ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷിക്ക് അള്ളാഹു നൽകിയ റിസ്ക് നൽകിയതുപോലെ നിങ്ങൾക്ക് അള്ളാഹു റിസ്ക് നൽകുന്നു. എന്താ പക്ഷിയുടെ അവസ്ഥ? രാവിലെ കാലി വയറായിട്ട് ആ പക്ഷി പുറപ്പെടുന്നു അന്നം തേടിക്കൊണ്ട്, ഭക്ഷണം തേടിക്കൊണ്ട്. എന്നാൽ തിരിച്ചു മടങ്ങുമ്പോഴോ വയറ് നിറഞ്ഞുകൊണ്ട് ഭക്ഷണമൊക്കെ ആഹരിച്ചുകൊണ്ട് തിരിച്ചു മടങ്ങുന്നു. അപ്പോൾ ശരിക്ക് ഒരു പക്ഷി സംബന്ധിച്ചിടത്തോളം ആ പക്ഷിക്ക് എന്തില്ല? സ്ഥിര വരുമാനമില്ല, ജോലിയില്ല. എങ്കിലും അല്ലാഹു തആല ഓരോ സൃഷ്ടിക്കും റിസ്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ റിസ്ക് പൂർണ്ണമായും നൽകപ്പെടാതെ ആ സൃഷ്ടി ഒരിക്കലും മരണപ്പെടുകയില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, തവക്കുലും പ്രവൃത്തിയും തമ്മിൽ എന്തില്ല? അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, വൈരുദ്ധ്യമില്ല. അതായത് ഒന്നുകൂടിയും ക്ലിയറാക്കി പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു, അത്തവക്കുലു ലാ യുനാഫി അൽ അഖ്ദ ബിൽ അസ്ബാബ്. ഒരു കാര്യം സാധിക്കണമെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട് അല്ലേ? ആ കാരണങ്ങളെ തേടി പിടിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം പ്രവർത്തിക്കുന്നത് ഒരിക്കലും തവക്കുലിന് വിരുദ്ധമല്ല. ഇപ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നൽകുന്നു. ആ റിസ്ക് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? പണിയെടുക്കണം. പക്ഷേ നമ്മുടെ റിസ്ക് മുഴുവനും ഈ ജോലിയുടെ അല്ലെങ്കിൽ മുതലാളിയുടെ മേലെയാണ് എന്നൊരു വിശ്വാസത്തിലേക്ക് വരുമ്പോഴാണ് അത് തവക്കുലിനെ ബാധിക്കുന്നത്. സൃഷ്ടികളെ അമിതമായി ആശ്രയിക്കരുത് എന്നാണ് ഇസ്ലാമിക പ്രമാണം പഠിപ്പിക്കുന്നത്. ഒരിക്കൽ ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹി അഖിലുഹാ വ അതവക്കൽ. റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഒട്ടകത്തെ ഞാൻ ഇട്ടുകൊണ്ട് ഞാൻ തവക്കുൽ ചെയ്യണോ, അല്ലെങ്കിൽ വെറുതെ അഴിച്ചുവിട്ട് ഞാൻ തവക്കുൽ ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ് അത് പറഞ്ഞത്? ഇഅഖിൽഹാ വ തവക്കൽ. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഷെയ്ഖ് അൽബാനി ഹസനാക്കിയ ഹദീസാണ്. താങ്കൾ കെട്ടിടുകയും വേണം, തവക്കുൽ ചെയ്യുകയും വേണം. അപ്പോൾ എന്താണ്? പണിയെടുക്കണം, പ്രവർത്തിക്കണം, അതോടൊപ്പം എന്താണ്? തവക്കുൽ ചെയ്യുകയും വേണം എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തവക്കുലിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? എപ്പോഴാണ് തവക്കുൽ അലാ ഗൈരില്ലാഹി, അല്ലാഹു അല്ലാത്തവരിൽ തവക്കുൽ ചെയ്യുന്നത് എപ്പോഴാണ് ശിർക്കായി മാറുന്നത്? കാര്യകാരണങ്ങൾക്ക് അതീതമായ രീതിയിൽ സൃഷ്ടികളിൽ തവക്കുൽ ചെയ്യുക. അപ്പോൾ എന്തായി മാറി? അത് ഷിർക്കുൻ അക്ബറായി മാറി. എന്താണ് തവക്കുൽ വരമേൽപ്പിക്കുന്നത്? അള്ളാഹു വരമേൽപ്പിക്കുന്നത് ഇബാദത്താണ്. അതിന് തെളിവെന്താണ്? വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. അതിനുശേഷം ഷെയ്ഖ് പറയുന്നത് വദലീലുർ റഗ്ബത്തി, തവക്കുൽ കഴിഞ്ഞിട്ട് വദലീലുർ റഗ്ബത്തി വർ-റഹ്ബത്തി വൽ-ഖുശൂ'. റഗ്ബത്ത്, റഹ്ബത്ത്, ഖുശൂ', ഈ മൂന്നും എന്താണ്? ഇബാദത്താണ്. എന്താണ് റഗ്ബത്തിൻ്റെ അർത്ഥം? ആഗ്രഹം, പ്രതീക്ഷ. റഹ്ബ പറഞ്ഞാലോ ഭയം, ഖുശൂ' എന്ന് പറഞ്ഞാലോ കീഴ്വണക്കം, സൂക്ഷിക്കണം. റഗ്ബ ആഗ്രഹം, പ്രതീക്ഷ എന്ന് പറയുമ്പോൾ റജാഉം റഗ്ബയും തമ്മിലുള്ള വ്യത്യാസം നാം പഠിച്ചു. എന്താണ് ആ വ്യത്യാസം? അത് ചുരുക്കി പറയാം. രണ്ടും പ്രതീക്ഷയെന്ന് അർത്ഥം വെക്കാം ബാഹ്യമായിട്ട്, പക്ഷെ ഒരു സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. എന്താണ്? അതെ, റഗ്ബയിൽ എന്തുണ്ട്? ഒരു തലബുണ്ട്, അപേക്ഷയുണ്ട്. പ്രതീക്ഷയോടൊപ്പം അപേക്ഷയുണ്ടാകുമ്പോൾ എന്തായി മാറി? റഗ്ബയായി മാറി. പ്രതീക്ഷ മാത്രമാണെങ്കിലോ റജ. രണ്ടാമത്തെ ചോദ്യം വർ-റഹ്ബ എന്ന് ഷെയ്ഖ് പറഞ്ഞു. എന്താർത്ഥം? ഭയം. ഖൗഫും റഹ്ബയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
തേട്ടമെന്നല്ല. ഖൗഫുൽ ഭയം, റഹബയും ഭയമാണ്. പക്ഷേ ഭയത്തോടൊപ്പം അമലുമുണ്ടെങ്കിൽ എന്തായി മാറി? അത് റഹബയായി മാറി. നാം ഭയക്കുന്ന കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം പ്രകാരം നാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? അത് കേവലം ഭയം മാത്രമല്ല, ഖൗഫ് മാത്രമല്ല, എന്താണ്? റഹബയാണ്. ഖൗഫുൻ മഖ്റൂനുൻ ബിഅമൽ എന്നാണ് പണ്ഡിതന്മാർ നൽകിയ നിർവചനം. വൽ ഖുശൂ', കീഴ്വണക്കം, വിധേയത്വം. ഖുശൂ' പ്രകാരം നമസ്കരിക്കണമെന്നാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അപ്പോൾ എന്താണ് ഈ ഖുശൂഇൻ്റെ അർത്ഥം? കീഴ്വണക്കെന്ന് പറയുമ്പോൾ ഖുദൂഇനും അങ്ങനെ അർത്ഥം കൊടുക്കാറുണ്ട്. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നു ഖുശൂ' എന്ന ഈ കീഴ്വണക്കം അത് ശരിക്ക് മനസ്സിലും നമ്മുടെ ശബ്ദത്തിലും കണ്ണിലൊക്കെ അത് പ്രകടമാകുന്നു. എന്നാൽ ശരീര അവയവങ്ങളിൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കീഴ്വണക്കം നടത്തുകയാണെങ്കിൽ എന്തായി മാറിയത്? അത് ഖുദൂ' ആണ്. അതാണ് ഖുശൂഉം ഖുദൂഉം തമ്മിലുള്ള സൂക്ഷ്മമായ വ്യത്യാസം. അതായത് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അതായത് വിശ്വാസികൾക്ക് സമയമായില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്, അവരുടെ ഹൃദയങ്ങൾക്ക് ഖുശൂ' ഉണ്ടാകുവാൻ എന്ന് പറയുമ്പോൾ ഹൃദയത്തിലാണ് ശരിക്ക് ഖുശൂ' വരേണ്ടത്. അപ്പോൾ ഖുശൂഉം ഖുദൂഉം തമ്മിലുള്ള വ്യത്യാസമാണ് പണ്ഡിതന്മാർ പറയുന്നു. വഹുവ ബിമഅൽ ഖുദൂ', ഖുശൂഉം ഖുദൂഉം ഒരേ അർത്ഥമാണ് ഏകദേശം. ഇല്ലാ അന്നൽ ഖുദൂഅ യഗ്ലിബു അൻ യകൂന ഫിൽ ബദൻ. ശരീരത്തിലാണ് ഖുദൂഅ് പ്രകടമാകുക. ഹൃദയത്തിൽ ആ ഖുശൂഅ്, ആ കീഴ്വണക്കം ഉറക്കുമ്പോൾ അതിനെന്തായി മാറി? ഖുശൂഅായി മാറി. നമസ്കാരത്തിൽ ശരീരത്തിൻ്റെ ഖുദൂഅ് അല്ല ഖുർആൻ ആവശ്യപ്പെടുന്നത്. കാരണം മനസ്സിന് ഭക്തി ഉണ്ടെങ്കിൽ ശരീരവും ആ ഭക്തിയിലെ അനുസരിച്ച് പ്രവർത്തിക്കും. അതാണ് ഈ സൂക്ഷ്മമായ ഒരു അർത്ഥം. ഖാശിഅത്തൻ അബ്സാറുഹും വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ എന്നൊക്കെ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇതാകുന്നു റഹ്ബ, റഹ്ബ, ഖുശൂ'. ഈ മൂന്നും ഇബാദത്തിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങളാകുന്നു. ഇതെല്ലാം അള്ളാഹുവിന് സമർപ്പിക്കേണ്ടതാണ്. ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനന റഗബൻ വറഹബൻ വകാനു ലനാ ഖാശിഈൻ. പ്രവാചകന്മാർ നമുക്ക് ദുആ ചെയ്യുമായിരുന്നു. ആ ദുആ രണ്ട് അർത്ഥങ്ങളും കൊടുക്കാം. ഒന്നെന്താണ്? പ്രാർത്ഥന എന്ന അർത്ഥമുണ്ട്. ദുആ ഉൽ മസ്അല ആകട്ടെ, ദുആ ഉൽ ഇബാദത്ത് ആകട്ടെ, ആരാധിച്ചു എന്ന അർത്ഥവും കൊടുക്കാം. റഗബൻ വറഹബ, അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടും കാംക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ ശിക്ഷയെ, വിചാരണയെ ഭയന്നുകൊണ്ടും നമ്മോട് ഖുശൂഉ കാണിക്കുന്ന, കീഴ്വണക്കം കാണിക്കുന്നവരായിരുന്നു പ്രവാചകന്മാർ. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഉറപ്പാക്കിയ വിഭാഗമാണ് ആര്? പ്രവാചകന്മാർ. എന്നിട്ടും അവർക്കവിടെ മനസ്സിൽ എന്തുണ്ട്? ഖൗഫുണ്ട്. അപ്പോൾ യഥാർത്ഥ വിശ്വാസിക്ക് ഉണ്ടാവേണ്ട ഒരു സൽഗുണമാണത് ഖൗഫ്. അതേപോലെ തന്നെ റജാ, അതേപോലെ മഹബ്ബ. പണ്ഡിതന്മാർ പറയുന്നു അർക്കാനുൽ ഇബാദത്തി സലാസ. ഇബാദത്തിൻ്റെ റുക്നുകൾ, ഇബാദത്ത് സ്വീകരിക്കപ്പെടാൻ റുക്ൻ ഞാൻ പഠിച്ചു. ഒന്നെന്താണ്? ഇഖ്ലാസും മുതാബഅയും. എന്നാൽ ഇബാദത്താകണമെങ്കിൽ അതിന് 3 റുക്നുകളുണ്ട് പണ്ഡിതൻ പഠിപ്പിക്കുന്നു. ഒന്നെന്താണ്? അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക. 2, അള്ളാഹുവിന് ശിക്ഷയെ ഭയന്നുകൊണ്ട് അൽ ഖൗഫു മിൻ അദാബില്ലാ. 3, അർ-റജാഉ ഫി റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക. ഈ 3ഉം നമ്മുടെ മനസ്സിൽ വേണമെന്നാണ്. അതായത് മുമ്പുള്ള പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കാറുണ്ട്. എന്താണ്? അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് മാത്രം ആരാധിച്ചാൽ മൻ അബദല്ലാഹ ബിൽ ഹുബ്ബി വഹ്ദഹു ഫഹുവ സിന്ദീഖുൻ, അവൻ ദീൻ വിരോധിയാണെന്ന്. അതായത് ചില പിഴച്ചു പോയ സൂഫിയാക്കളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടാറുണ്ട്, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്ന അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ്. അള്ളാഹുവിന് ശിക്ഷയെ ഭയക്കുകയോ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ടോ അല്ല എന്ന്. അതെന്താണ്? വളരെ തെറ്റായ ഒരു പിഴച്ചു പോയ സൂഫിസത്തിൻ്റെ ചിന്താഗതിയാണ്. അപ്പോൾ ഒന്നെന്താണ്?
അൽ മഹബ്ബ, അള്ളാഹുവിനുള്ള സ്നേഹം വേണം. അതേപോലെ തന്നെ അൽ ഖൗഫ്, അള്ളാഹുവിനെ ഭയക്കണം, അള്ളാഹുവിന് ശിക്ഷയെ ഭയക്കണം. ഖൗഫ് കൊണ്ട് മാത്രം ആരാധിച്ചാലോ പ്രതീക്ഷയുമില്ല സ്നേഹവുമില്ല, എന്തായി മാറി? ഫഹുവ ഹറൂരിയുൻ എന്നാണ് സലഫുകൾ പഠിപ്പിക്കുന്നത്. അതായത് അവൻ ഖവാരിജികളുടെ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ചിന്താഗതിയിലേക്ക് പോകുന്നു. ഖവാരിജികൾ എന്താണ് അവർക്ക് പറ്റിയൊരു വലിയ അബദ്ധം? അള്ളാഹുവിനെ ഭയക്കുക എന്ന ഖൗഫിന് അമിതമായ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ഇബാദത്ത്. അങ്ങനെ ആയപ്പോൾ എന്തായി മാറി? അള്ളാഹുവിനുള്ള പ്രതീക്ഷ കുറഞ്ഞുപോയി, ഖൗഫിൻ്റെ അളവ് കൂടിപ്പോയി. അങ്ങനെ ആയപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കാഫിറായി എന്ന അവസ്ഥയിലേക്ക് എത്തി. ശരി, പലപ്പോഴും ഈ ഖവാരിജുകൾ അല്ലെങ്കിൽ ഖവാരിജുകളുടെ സ്വഭാവമാണ് പണ്ഡിതന്മാർ പറയാറുള്ള വിഭാഗക്കാരെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരൊരു സ്വഭാവമായിരിക്കും മുസ്ലിം ഭരണാധികാരികൾക്കെതിരായി എപ്പോഴും ആഹ്വാനം ചെയ്യുക. മുസ്ലിം ഭരണാധികാരികൾ അക്രമം പ്രവർത്തിക്കുന്നുണ്ടല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുസ്ലിമീങ്ങളല്ല എന്ന മുദ്ര കുത്തിക്കൊണ്ട് അവർക്കെതിരെ ജനങ്ങളെ ഇളക്കുക. എന്താണ് അത്? ഖവാരിജുകളുടെ ഒരു സ്വഭാവമാണ്. മനസ്സിലായല്ലോ? പറഞ്ഞു വരുന്നത്, ഒന്ന് മഹബ്ബത്തുണ്ടാവണം, പിന്നെന്താണ്? ഖൗഫ് റജാഉം വേണം. എന്താണ്? പ്രതീക്ഷ കൊണ്ട് മാത്രം ആരാധിച്ചാലോ മുർജിഅ എന്ന പിഴച്ച ആദർശക്കാരിൽപ്പെട്ടു. എന്താ മുർജിഅകളുടെ പ്രശ്നം? പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര പാപം ചെയ്തു കഴിഞ്ഞാലും മുസ്ലിമാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ അവൻ സ്വർഗത്തിലാണ്, അവന് ലാ യദുറു മഅൽ ഈമാനി മഅസിയ എന്നാണ് മുർജിഅകളുടെ മുദ്രാവാക്യം. ഈമാൻ ഉണ്ടെങ്കിൽ ഒരു തിന്മയോ ഒരു പാപവും ഏൽക്കൂല, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില പിഴച്ച തരീക്കത്തുകളുടെ അവസ്ഥ എന്താണ്? ശരിക്കും ശുദ്ധ ഇർജാഇൻ്റെ വിശ്വാസമാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നാണ് ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പിഴച്ച ആദർശമൊക്കെ പ്രചരിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ പിന്നെ ഒന്നൊരു പ്രശ്നമില്ല, അവൻ എത്ര പാപം ചെയ്തു കഴിഞ്ഞാലും അള്ളാഹു പുറത്തു കൊടുക്കും, ഇന്നല്ലാഹ ഗഫൂർ റഹീം എന്നൊക്കെ ആയത്തിൻ്റെ സന്ദർഭത്തിൽ നിന്ന് എടുത്തു മാറ്റി തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതാകുന്നു റഹ്ബയും ഖുശൂഉം ഈ ആയത്ത് ആകുന്നതിൻ്റെ തെളിവ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നാം അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഈ ക്ലാസ് പിരിഞ്ഞതിന് മുമ്പ് ഒരൊറ്റ വിഷയം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അതായത് വദലീലുൽ ഖശ്യ, കാരണം ഖശ്യയും ഖുശൂഉം തമ്മിലുള്ളൊരു ബന്ധമുണ്ടല്ലോ. ഭയം. എന്താ ഖശ്യ എന്ന് വെച്ചാൽ ഭയമാണ്. അപ്പോൾ ഭയത്തിന് ഇപ്പോൾ എത്ര വാക്ക് നാം പഠിച്ചു? ഒന്നെന്താണ്? ഖൗഫ്, ഭയം. ആ ഖൗഫിനോടൊപ്പം അമലുണ്ടെങ്കിലോ എന്തായി മാറി? റഹ്ബ. ഹാ ആണ് കേട്ടോ, റഹ്ബ അല്ല, റഹ്ബ. ശരി, മൂന്നാമത്തെ വാക്കാണ് നാം പഠിക്കുന്നത് അൽ ഖശ്യ. അതും ഭയം എന്നാണ്, അള്ളാഹുവിനെ ഭയക്കുക എന്നാണ്. പക്ഷെ എന്താണ് ഖൗഫും ഖശ്യയും തമ്മിലുള്ള വ്യത്യാസം? അതായത് ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ അടിമകളിൽ അള്ളാഹുവിനെ ഭയക്കുന്നവർ പണ്ഡിതന്മാരാകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ഭയത്തോടൊപ്പം തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം, അറിവ്, അള്ളാഹുവിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചുള്ള ബോധം ആ ഭയത്തോടൊപ്പം ഉണ്ടാകുമ്പോൾ എന്തായി മാറി? ഖശ്യയാണ്. അതായത് അൽ ഖശ്യത്തു ഖൗഫുൻ മഖ്റൂനുൻ ബിമഅരിഫത്തില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ ബോധം, അറിവ് ഉള്ളതോടൊപ്പം തന്നെ അള്ളാഹുവിനെ ഭയക്കുക, അതാകുന്നു ഖശ്യ. അതുകൊണ്ടാണ് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിൽ ഉലമാ, പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഖുർആൻ ഖശ്യ ആ ആയത്തിൽ പ്രയോഗിച്ചത്. ഇതും ഖശ്യയും അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ഇബാദത്താണ്. ഫലാ തഖ്ശൗഹും വഖ്ശൗനി, അവരെ ഭയക്കരുത്, നിങ്ങൾ എന്നെ മാത്രം ഭയക്കുക എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല അവൻ്റെ ദീന് മുറുകെ പിടിക്കുവാനും ആഴത്തിൽ പഠിക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തരുമാറാകട്ടെ. നമ്മിൽപ്പെട്ട രോഗികളായ ആൾക്കാർക്ക് അള്ളാഹു തആല ശിഫ നൽകുമാറാകട്ടെ. കടബാധിതരുടെ കടം അള്ളാഹു നിറവേറാൻ വേണ്ടി സഹായിക്കുമാറാകട്ടെ. റബ്ബന
ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصل اللهم وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.